എന്നെ തള്ളിയിടാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ വെള്ളം എടുത്ത് ഒഴിച്ചതാണ്. മര്യാദയ്ക്ക് ആരാണെന്ന് പറഞ്ഞോ? ഞാൻ ചെയ്തിട്ടില്ല. ഞാനല്ല പപ്പ. പിന്നെ നിങ്ങൾ രണ്ടുപേരും അറിയാതെ എങ്ങനെ ഇവിടെ വെള്ളം വന്നു? അല്ല, നമ്മുടെ വീടിനുള്ള ചോർച്ച ഉണ്ടായോ? മണ്ടത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ ലച്ചു. ലച്ചു, നീ പറയുന്നത് കള്ളമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാ പണിഷ്മെന്റ് ക്രൂരമായിരിക്കും, പട്ടാളത്തിലുള്ളത് പോലെ. ഞാനങ്ങ് കഴിച്ചു. ഓഹോ, അപ്പൊ നീയല്ല, നീയും അല്ല, എന്നാ പിന്നെ ഞാനായിരിക്കും അല്ലേ? എന്നിട്ടാണ് ഇത്ര നേരം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എടുത്ത് ചോദ്യം ചെയ്തോണ്ടിരുന്നത്. പപ്പയ്ക്ക് വല്ല ആവശ്യമുണ്ടോ പപ്പ ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് സ്വയം പോയി വീഴേണ്ടത്? ഇപ്പൊ എന്തായി? നടുടിഞ്ഞ ഒടിഞ്ഞ പപ്പ, എനിക്കൊരു ഡൗട്ട്. ഇനി വല്ല എലിയോ പൂച്ച എങ്ങനെ ഇതിൽ മുള്ളിട്ട് പോയതാണെങ്കിലോ? അല്ലേ? അല്ല, എലിയിലും പൂച്ചയിലും മൂത്രമല്ല. അതുമല്ല, ഒരു എലിക്കോ പൂച്ചയ്ക്കോ ഇത്രയും മുള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല. അതെ, എലിയും പൂച്ച എത്ര മുള്ളണം നോക്കി കിടക്കുകയാണല്ലോ പാപ്പൻ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോ നോക്കിയാലും ഇവിടെ ആ കൊച്ചിയും ബഹളമുള്ള. നമ്മളല്ല, ഈ പാപ്പാനാണ്. പാപ്പാനല്ല കൊച്ചേ, പപ്പൻ, ഹവീൽദാർ പപ്പൻ, അതാണ് എന്റെ പേര്. എന്തിന്? എന്താ പ്രശ്നം? എന്റെ പൊന്നു പാപ്പു, പപ്പനെ വീഴ്ത്താൻ വേണ്ടി ആരും ഇവിടെ വെള്ളം കോരി ഒഴിച്ചെന്നാണ് പപ്പൻ പറയണത്. അല്ല, ഹലോ, എന്താ മിസ്റ്റേക്ക്. വീഴ്ത്താൻ വേണ്ടിട്ടല്ല, വീഴ്ത്തി, വീണു. അതാരുടെ കറുത്ത കരങ്ങളാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ പോവും. പോപ്സ്, ഈ വീഴുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഓരോരോ യോഗങ്ങളല്ലേ, ലീവ് ഇറ്റ്. ഒരു ലീവും ഇല്ല. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും.